നിറമാർന്നൊരു സ്നേഹമിതാ മരുവാമീ ഹൃദയത്തിൽ മഴയായി പെയ്തിടാൻ വരമായി ആത്മാവിൽ വരവായൊരു നേരമിതാ മമ ജീവനിൽ കരുണാമൃതം ചോരിയുന്ന തിരുവോസ്തി ചിരകാലമേ സഹചാരിയായി പിരിയാതെ വന്നിടുമ്പോൾ എല്ലാം മറന്ന് എന്നുള്ളം തുറന്ന് നിന്നെ ഞാൻ ആരാധിച്ചിടാം നിന്നിലൊന്നായി ആനന്ദിച്ചിടാം ചെറുതായൊരപ്പത്തിൽ നിറവായൊരു ദീപമിതാ നറുവീന്നിൻ തുള്ളിയിൽ നിണമാർന്നൊരു സ്നേഹമിതാ എത്രയും ദയുള്ള മാതാവേ ഞങ്ങളുടെ മധ്യസ്ഥനായ ഭാഗ്യപ്പെട്ട ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കാരുണ്യമേ ഈശോ, സ്നേഹവാത്സല്യമേ ഈശോ, എൻ
എൻ്റെ നെഞ്ചിൻ്റെ താളം നീയല്ലോ, എൻ്റെ ശ്വാസത്തിൻ നാളം നീയല്ലോ. അടിയനിതാ തിരുമുൻപിൽ അലിവോടെ എന്നെ തൊടേണേ, അതുമാത്രമാണെൻ്റെ ആശ. ദിവ്യകാരുണ്യമേ ഈശോ, സ്നേഹവാത്സല്യമേ ഈശോ, എൻ്റെ നെഞ്ചിൻ്റെ താളം നീയല്ലോ, എൻ്റെ ശ്വാസത്തിൻ നാളം നീയല്ലോ. അടിയനിതാ തിരുമുൻപിൽ അലിവോടെ എന്നെ തൊടേണേ, അതുമാത്രമാണെൻ്റെ ആശ. ഏതോ ഒരമ്മ തൻ കയ്യാൽ അന്നു രൂപം ലഭിച്ചോരാപ്പം, നിൻ കയ്യിൽ കുർബാനയായി നീ വാഴ്ത്തി മുറിച്ചു വിളമ്പി. ഏതോ ഒരമ്മ തൻ കയ്യാൽ അന്നു രൂപം ലഭിച്ചോരാപ്പം, നിൻ കയ്യിൽ കുർബാനയായി നീ വാഴ്ത്തി മുറിച്ചു വിളമ്പി. നാഥായൻ ദേഹമാം അപ്പത്തെ അവിടന്ന് ആശീർവദിച്ചേക്കിടണേ. അടിയനിതാ തിരുമുൻപിൽ അലിവോടെ എന്നെ തൊടേണേ, അതുമാത്രമാണെൻ്റെ ആശ. പകുത്തേകും നേരം നിന്റെ നെഞ്ചിൻ്റെ നേരും നീ ചേർത്തു, കാസ പകർന്നേകും നേരം നിന്റെ ജന്മത്തിനർത്ഥം നീ ഓർത്തു. അപ്പം പകുത്തേകും നേരം നിന്റെ നെഞ്ചിൻ്റെ നേരും നീ ചേർത്തു, കാസ പകർന്നേകും നേരം നിന്റെ ജന്മത്തിനർത്ഥം നീ ഓർത്തു. താതന്റെ സ്വപ്നത്തെ അത്താഴമേശയിൽ പ്രാണൻ പകർന്നു നീ കാത്തു. അടിയനിതാ തിരുമുൻപിൽ അലിവോടെ എന്നെ തൊടേണേ, അതുമാത്രമാണെൻ്റെ ആശ. ദിവ്യകാരുണ്യമേ
സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. വിശ്വസ്ത സംരക്ഷണത്തിന് പ്രേരിപ്പിച്ചുവല്ലോ. അദ്ദേഹത്തിന്റെ മധ്യസ്ഥത്താൽ അവയുടെ നിർവഹണം അങ്ങേ സർവ്വദിനത്തിലും കാത്തു പാലിക്കാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. നമ്മുടെ ദൈവത്തിന്റെ പ്രബോധനങ്ങൾ ശ്രദ്ധിക്കുകയും നിങ്ങളെ തന്നെ കഴുകി വൃത്തിയാക്കുകയും നിങ്ങളുടെ ദുഷ്കർമ്മങ്ങൾ എന്റെ സന്നിധിയിൽ നിന്ന് നീക്കിക്കളയും. നിങ്ങളുടെ അകൃത്യങ്ങൾ അവസാനിപ്പിക്കുകയും നന്മ പ്രവർത്തിക്കുവാൻ ശീലിക്കുകയും നീതി അന്വേഷിക്കുകയും മർദ്ദനം അവസാനിപ്പിക്കുകയും അനാഥരോട് നീതി ചെയ്യുകയും വിധവകൾക്ക് വേണ്ടി വാദിക്കുകയും കർത്താവ് അരുളി ചെയ്യുന്നു, വരുവിൻ, നമുക്ക് രഹിതപ്പെടാം. നിങ്ങളുടെ പാപങ്ങൾ കടും ചുമപ്പാണെങ്കിലും അവ മഞ്ഞ് പോലെ വെണ്മയുള്ളതായി തീരും. അവ രക്തവർണ്ണമെങ്കിലും കമ്പിളി പോലെ വെളുക്കും. അനുസരിക്കുവാൻ സന്നദ്ധരെങ്കിൽ നിങ്ങൾ ഐശ്വര്യം ആസ്വദിക്കും. അനുസരിക്കാതെ ധിക്കാരം തുടർന്നാൽ വാളിനിരയായി തീരും. കർത്താവ് അരുളി ചെയ്യുന്നു. കർത്താവിന്റെ വചനം. പ്രതിപദന സങ്കീർത്തനം. നേരായ മാർഗത്തിൽ ചരിക്കുന്നവന് ദൈവത്തിന്റെ രക്ഷ ഞാൻ കാണിച്ചു. നിന്റെ ബലികളെ കുറിച്ച് ഞാൻ നിന്നെ ശാസിക്കുന്നില്ല. നിന്റെ ദഹനബലികൾ നിരന്തരം എന്റെ മുൻപിലുണ്ട്. നിന്റെ വീട്ടിൽ നിന്ന് കാളയെയോ നിന്റെ ആട്ടിൻ മരത്തിൽ നിന്ന് മുട്ടാടിനെയോ ഞാൻ സ്വീകരിക്കുകയില്ല. നേരായ മാർഗത്തിൽ ചരിക്കുന്നവന് ദൈവത്തിന്റെ രക്ഷ ഞാൻ കാണിച്ചു കൊടുക്കും. എന്റെ നിയമങ്ങൾ ഉരുവിടുവാനോ എന്റെ ഉടമ്പടിയെ കുറിച്ച് ഉരിയാടാനോ നിനക്കെന്ത് കാര്യം? നീ ഇതെല്ലാം ചെയ്തിട്ടും ഞാൻ മൗനം വീക്ഷിച്ചു. നിന്നെ പോലെയാണ് ഞാനും എന്ന് നീ കരുതി. എന്നാൽ ഇപ്പോൾ ഞാൻ നിന്നെ ശാസിക്കുന്നു. നിന്റെ മുൻപിൽ ഞാൻ കുറ്റങ്ങൾ നിരത്തി വയ്ക്കുന്നു. ബലിയായി കൃതജ്ഞത അർപ്പിക്കുവിൻ, എന്നെ ബഹുമാനിക്കുന്നു. നേരായ മാർഗത്തിൽ ചരിക്കുന്നവന് ദൈവത്തിന്റെ രക്ഷ ഞാൻ കാണിച്ചു കൊടുക്കും. കർത്താവായ യേശുക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതിയും പുകഴ്ചയും. കർത്താവ് അരുളി ചെയ്യുന്നു, പശ്ചാത്തപിച്ച് എല്ലാ അതിക്രമങ്ങളിൽ നിന്നും പിന്തിരിയുവിൻ. ഒരു പുതിയ ഹൃദയവും ഒരു പുതിയ ചൈതന്യവും നേടുവിൻ. കർത്താവായ യേശുക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതിയും പുകഴ്ചയും. ജനക്കൂട്ടത്തോട് തന്റെ ശിഷ്യന്മാരോട് അരുളി ചെയ്തു, നിയമജ്ഞരും ഫരിസേയരും മോശയുടെ സിംഹാസനത്തിലിരിക്കുന്നു. അതിനാൽ അവർ നിങ്ങളോട് പറയുന്നതെല്ലാം അനുസരിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുവിൻ. എന്നാൽ അവരുടെ പ്രവൃത്തികൾ നിങ്ങൾ അനുകരിക്കരുത്. അവർ പറയുന്നു, പ്രവർത്തിക്കുന്നില്ല. അവർ ഭാരമുള്ള ചുവടുകൾ മനുഷ്യരുടെ ചുമലിൽ വെച്ചു കൊടുക്കുന്നു. സഹായിക്കുവാൻ ചെറുവിരൽ പോലും അനക്കാൻ തയ്യാറാകുന്നില്ല. മറ്റുള്ളവർ കാണുന്നതിന് വേണ്ടിയാണ് അവർ തങ്ങളുടെ പ്രവൃത്തികളെല്ലാം ചെയ്യുന്നത്. അവർ തങ്ങളുടെ നെറ്റിപ്പട്ടകൾക്ക് വീതിയും വസ്ത്രത്തിന്റെ തൊങ്ങലുകൾക്ക് നീളവും കൂട്ടുന്നു. ബിരുദങ്ങളിൽ പ്രമുഖ സ്ഥാനവും സിനഗോഗുകളിൽ പ്രധാന പീഠങ്ങളും നഗരവീഥികളിൽ അഭിവാദനവും ഇഷ്ടപ്പെടുന്നു. റബ്ബി എന്ന സംബോധന ചെയ്യപ്പെടാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ നിങ്ങൾ റബ്ബി എന്ന് വിളിക്കപ്പെടരുത്. എന്നാൽ നിങ്ങൾക്കൊരു ഗുരുവേയുള്ളൂ. നിങ്ങളെല്ലാം സഹോദരന്മാരാണ്. ഭൂമിയിൽ ആരെയും നിങ്ങൾ പിതാവെന്ന് വിളിക്കരുത്. എന്നാൽ നിങ്ങൾക്ക് ഒരു പിതാവേയുള്ളൂ, സ്വർഗസ്ഥനായ പിതാവ്. നിങ്ങൾ നേതാക്കന്മാരെന്ന് വിളിക്കപ്പെടരുത്. എന്നാൽ ക്രിസ്തുവാണ് നിങ്ങളുടെ നേതാവ്. നിങ്ങളുടെ ഏറ്റവും വലിയവൻ നിങ്ങളുടെ ശുശ്രൂഷകനായിരിക്കണം. തന്നെ
തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. കർത്താവിന്റെ സുവിശേഷം നമ്മുടെ പാപങ്ങളെ നീക്കം ചെയ്യുവാനായിട്ട്. എനിക്ക് ബോംബെയില് ഇന്ത്യൻ പ്രധാനമന്ത്രി ഒരു വലിയ മതിൽ കിട്ടിയത് ഇന്ത്യയുടെ ദാരിദ്ര്യം മറയ്ക്കാൻ. അന്ന് ഒത്തിരി നേതാക്കന്മാർ പറഞ്ഞു ഇന്ത്യയുടെ ദാരിദ്ര്യം മറയ്ക്കാനായിട്ട് വലിയ മതിലൊന്നും കെട്ടിപ്പൊക്കിയിട്ട് കാര്യമില്ല. ആളുകളുടെ ജീവിതത്തിനൊക്കെ ഒരുപാട് ഉയർച്ച സംഭവിക്കുന്ന കാര്യങ്ങളാണ് നമ്മളൊക്കെ ചെയ്യേണ്ടത്. ഇന്നത്തെ സുവിശേഷം ഓർമ്മപ്പെടുത്തുക, നമ്മൾ എന്തൊക്കെയോ മറച്ചു പിടിക്കുകയാണ്. നമ്മൾ എന്തൊക്കെ മറച്ചു പിടിച്ചുകൊണ്ട് സഹോദരിയായും കൂട്ടുകാരിയും ഒക്കെയായി നന്നായിട്ട് ജീവിക്കുകയാണ് എന്ന് നമ്മളിങ്ങനെ ബോധ്യപ്പെടുത്തി ജീവിക്കുകയാണ്. കാരണം നമ്മളെ പറ്റി ആരും മോശമായി സംസാരിക്കുന്നത് നമുക്ക് ഇഷ്ടമാണ്. നമ്മളിങ്ങനെ നമ്മുടെ ബലഹീനതകളും കുറവുകൾക്കും ഒക്കെ മുകളിൽ പൗഡറൊക്കെ ഇട്ട് നല്ല വസ്ത്രങ്ങളൊക്കെ ഇട്ട് ഇങ്ങനെ മറച്ചു വെച്ച് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. പിതാവിന്റെ ജീവിതത്തെ ഒന്ന് നോക്കണം. ഒത്തിരി പ്രശ്നങ്ങളിലൂടെ ഇങ്ങനെ കടന്നു പോവുകയാണ്, ഒത്തിരി സങ്കീർണതകളിലൂടെ കടന്നു പോവുകയാണ്. സമൂഹം ഒരുപക്ഷെ അദ്ദേഹത്തെ മോശക്കാരനെന്ന് വിളിക്കും, അല്ലെ? പരിശുദ്ധ അമ്മയോട് കാണിച്ച ഏറ്റവും വലിയ കാര്യം അത് ലോകത്തിന്റെ കടലിൽ അത് വളരെ മോശമായ ഒരു കാര്യമാണ്. സമൂഹം നീതിയിൽ നിന്നൊക്കെ ഉത്തരവുത്താം ആയിരുന്നിട്ട് ദൈവത്തിന്റെ കടയിൽ നീതിവാനാകാൻ വേണ്ടി, ദൈവത്തിന്റെ പ്രിയപ്പെട്ടവരാകാൻ വേണ്ടി കുറച്ചൊക്കെ കുറവുകൾ ജീവിതത്തിന്റെ നിറവുകളൊക്കെ ആക്കി മാറ്റിയ വിശുദ്ധനാണ്. വിശുദ്ധ ഔസേപ്പിതാവിനെ പറ്റി ധ്യാനിക്കുമ്പോൾ ഏറ്റവും മഹത്തരമായ ചിന്ത, അത് ഏറ്റവും ശ്രേഷ്ഠമായ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സങ്കീർണതയെ മാറ്റിക്കൊടുത്ത മനുഷ്യൻ വിശുദ്ധ ഔസേപ്പിതാവ്. പരിശുദ്ധ അമ്മയ്ക്ക് എല്ലാം ഓക്കെ ആയിരുന്നു. കാരണം മാലാഖ വന്ന് പറഞ്ഞു ദൈവത്തിന്റെ പ്രവചനം ഒക്കെ എല്ലാം ഉണ്ട്. പക്ഷെ ഇതിന്റെ ഉത്തരവാദിത്തം അല്ലെങ്കിൽ ഈ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്ന ആളിത് മനസ്സിലാക്കുമോ, അല്ലെങ്കിൽ അയാൾ എന്നെ സ്വീകരിക്കാൻ സന്നദ്ധനാകുമോ എന്ന ആ ഒരു ആശങ്ക പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ വിട്ടുമാറാതെ എന്നൊരു ആശങ്ക. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആശങ്കയെ, ഒരേ ഒരു ആശങ്കയെ ഏറ്റവും ലളിതമായി ലഘൂകരിച്ചുകൊണ്ട് ജീവിതത്തെ ഏറ്റവും സുഖകരമാക്കി പരിശുദ്ധ അമ്മയുടെ ജീവിതത്തെ മാറ്റാനായിട്ട് വിശുദ്ധ ഔസേപ്പിതാവ് കഴിയും. അതുപോലെ ആയിരിക്കണം നമ്മുടെ ജീവിതം. നമ്മുടെ ജീവിതം ഇപ്പം ചിന്തിക്കുക, നമ്മളായിരിക്കുന്ന കുടുംബങ്ങളിലൊക്കെ അസ്വസ്ഥതയാണോ സന്തോഷമാണോ, കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് കാണാൻ പോകുന്നത്, അല്ലെങ്കിൽ ഒത്തിരി സമാധാനവും ആശ്വാസവുമാണ് നമ്മുടെ സാന്നിധ്യം കിട്ടുന്നത്. കാരണം നമ്മളിങ്ങനെ നമ്മുടെ കുറവുകളെ മറച്ചു വെച്ചുകൊണ്ട് ജീവിക്കുകയും നമ്മുടെ കുറവുകളെയൊക്കെ മറച്ചു വെച്ചുകൊണ്ട് അത് അംഗീകരിക്കാതെ അറിയിച്ചു പറയാതെ ഒക്കെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റുള്ളവരുടെ ജീവിതത്തിൽ നമ്മളറിയാതെ പോലും അസ്വസ്ഥതകളുണ്ടാകും. പക്ഷെ നമ്മൾ അറിയില്ല. ഇന്നത്തെ ദിവസം പരിശുദ്ധ അമ്മയ്ക്ക് വിശുദ്ധ ഔസേപ്പിതാവ് ആശ്വാസമായിരുന്നതുപോലെ നമ്മളായിരിക്കുന്ന ഇടങ്ങളിലൊക്കെ നമ്മുടെ കുറവുകളെ നമ്മളായി അംഗീകരിച്ചുകൊണ്ട് സന്തോഷത്തോടുകൂടി പറഞ്ഞുകൊണ്ട് ഈ ലോക ജീവിതം ഏറ്റവും സുന്ദരമായി ജീവിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി ഇവരെയും നമുക്ക് പകർന്നിടാം പീലാസയിൽ, കാഴ്ചയേകാം കാസയിൽ പകർന്നിടാം പീലാസയിൽ. ഉള്ളവും എന്നുള്ളതും ദേഹവും എൻ ദേഹിയും കാഴ്ചയേകാം കാസയിൽ പകർന്നിടാം പീലാസയിൽ. നീർത്തുള്ളി വീഞ്ഞിൽ ചേർന്നിടുമ്പോൾ നിന്നിൽ ഞാനൊന്നായി ലയിക്കട്ടെ. നീർത്തുള്ളി വീഞ്ഞിൽ ചേർന്നിടുമ്പോൾ നിന്നിൽ ഞാനൊന്നായി ലയിക്കട്ടെ. സഹോദരനെ നേരൊഴികളിൽ സർവശക്തനായ പിതാവായ ദൈവം
സ്വീകാര്യമായി തീരാൻ പ്രാർത്ഥിക്കുവാൻ കർത്താവേ, പരിശുദ്ധ കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന അങ്ങ് ഏകജാതനെ ഭക്തിയാദരപൂർവ്വം വിശുദ്ധ പിതാവ് ശുശ്രൂഷിച്ചതുപോലെ നിർമ്മല ഹൃദയത്തോടെ അങ്ങയെ താനെ ശുശ്രൂഷിക്കാൻ ഞങ്ങളെയും അർഹരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ ഹൃദയങ്ങൾ ഉയർത്തുവൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എന്നെപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. വിശുദ്ധ യോസേഫിന്റെ മഹോത്സവത്തിൽ അർഹമായ സ്തുതികളാൽ അങ്ങയെ മഹത്വപ്പെടുത്തുകയും വാഴ്ത്തുകയും പുകഴ്ത്തുകയും ചെയ്യുന്നത് ഉചിതമാണല്ലോ. അങ്ങേ പുത്രൻ പരിശുദ്ധാത്മാവിന്റെ പ്രതിബിംബനത്താൽ ജാതനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തുവിന് പവിത്ര സംരക്ഷണം നൽകാനായി കന്യകാമാതാവിന്റെ ഭർത്താവായി നൽകിയ നീതിമാനായ വിശുദ്ധ യോസേഫ് പിതാവ് വിശ്വസ്തനും വിവേകിയുമായ ദാസനായി അങ്ങേ കുടുംബത്തിന് മേൽ അവരോധിക്കപ്പെട്ടുവല്ലോ. അവിടുന്ന് വഴി മാതാകന്മാർ അങ്ങേ മഹിമ വാഴ്ത്തുന്നു, അധീശന്മാർ ആരാധിക്കുന്നു. ദൈവം നിത്യം പരിശുദ്ധൻ, സൈന്യങ്ങൾ തൻ കർത്താവാം. ദൈവം നിത്യം പരിശുദ്ധൻ, നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും ആത്മാവിനെ വിശുദ്ധീകരിച്ചുകൊണ്ട് നമ്മുടെ കുറവുകളൊക്കെ അംഗീകരിച്ചുകൊണ്ട് സ്നേഹമായി ജീവിക്കുവാനുള്ള കൃപ നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിക്കും. മാതാപിതാക്കൾ, മക്കൾ, ജീവിത പങ്കാളികൾ, സഹോദരങ്ങൾ, നമ്മുടെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാവരെയും സമർപ്പിക്കും. പ്രത്യേകമായി ദിവ്യകാരുണ്യമായി സ്വീകരിക്കുന്ന ഇവരെയും അവരുടെ കുടുംബത്തെയും സമർപ്പിക്കാം. അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ് ഈ അപൂർവീശ്വരന്റെ തിരുശരീരവും തിരുരക്തവുമായി രൂപപ്പെടുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിൽ വലിയ വലിയ മാറ്റങ്ങൾ സംഭവിക്കണമെന്ന് പ്രാർത്ഥിക്കാം. പരീക്ഷ എഴുതുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കാം. പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹ സമ്പന്നത പൂർണ്ണത അവർക്ക് ലഭിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ സത്യമായും പരിശുദ്ധനായ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാനാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട സുമനസായ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കലും, എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എന്റെ ശരീരമാകുന്നു. അപ്രകാരം തന്നെ താഴെ കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും കൃതജ്ഞത പ്രകാശിപ്പിച്ച്
തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കും. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാതിരിക്കുന്ന എന്റെ രക്തത്തിന്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുക. ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അംഗീകരിക്കും. വ്യാപിച്ചു കിടക്കുന്ന ഈ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ മെത്രാനോടും വൈദികഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിന്റെ പൂർണ്ണതയിൽ കാരുണ്യത്തിൽ പ്രതികിടന്ന സകലരെയും ഓർക്കുകയും അങ്ങേ മുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളിൽ എല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യവതിയായ പിതാവിനോടും അനുഗ്രഹീതരായ മുസ്ലിംമാരോടും കാലാകാലങ്ങളെ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. സർവശക്തനായ ദൈവവും പിതാവായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ പൂർവ്വന്മാരോട് ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല വിനയോ അങ്ങേ സഭയുടെ വിശ്വാസം കെടുക്കട്ടെ. അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കഴിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന ഈ പ്രാർത്ഥന കേട്ടറിയണമേ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കും. കുഞ്ഞാണ്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ.
കുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ യേശുവേ നീ എൻ്റെ സർവസ്വമാണ്, യേശുവേ നീ എൻ്റെ ജീവനാണ്, യേശുവേ നീ എൻ്റെ സർവസ്വമാണ്, യേശുവേ നീ എൻ്റെ ജീവനാണ്. ലോകസുഖങ്ങളെക്കാൾ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ലോകസുഖങ്ങളെക്കാൾ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു.
വിശുദ്ധ മഹോത്സവത്തിൽ ആനന്ദിക്കുന്ന അങ്ങേ കുടുംബത്തെ ഈ അൾത്താറിൽ നിന്നുള്ള പൂജിതാരങ്ങൾ പരിപോഷിപ്പിച്ചവല്ലോ. നിരന്തര സംരക്ഷണത്താൽ അങ്ങേ കുടുംബത്തെ പരിരക്ഷിക്കുകയും അംഗീകാരങ്ങൾ കുടുംബത്തിൽ കാരുണ്യപൂർവ്വം കാത്തുപാലിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ ബഹുമാനപ്പെട്ട ജിൻസൺ ഗ്രഗറിയച്ചനാണ്. നമുക്കറിയാം, അദ്ദേഹം ഇപ്പോൾ പടപകര സെന്റ് ജോസഫ് ചർച്ചിന്റെ അസിസ്റ്റന്റ് വികാരിയായിട്ട് സേവനം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ കൊല്ലം വിരുദ്ധയിലെ KCYയുടെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് സേവനം ചെയ്യുകയാണ്. ഇന്നലെ എറണാകുളത്ത് POC വെച്ച് പാതാരിവട്ടത്തെ POC വെച്ച് കേരളത്തിലെ എല്ലാ രൂപതകളിലെയും KCYയും ഡയറക്ടർമാരുടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, സ്റ്റേറ്റ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട ജിൻസനച്ചൻ ആ മീറ്റിങ്ങിൽ പങ്കെടുത്തിട്ട് വളരെ വൈകി നമ്മുടെ ഇടയിലേക്ക് കടന്നു വരുന്ന എന്നുള്ളത് കൊണ്ട് തന്നെ വളരെ വൈകി ബഹുമാനപ്പെട്ട ഇടവകാരി രാജേഷന്റെ പേരിലും പ്രസിദ്ധിയുടെയും കുടുംബത്തിന്റെയും പേരിലും ഇവിടെയായിരിക്കുന്ന ഓരോരുത്തരുടെയും പേരിലുമുള്ള എല്ലാവരുമായിട്ടുള്ള നന്ദിയും സ്നേഹവും ബഹുമാനപ്പെട്ട ജിൻസനച്ചന് നേരുകയാണ്. അദ്ദേഹത്തിന്റെ മുൻപോട്ടുള്ള ഓരോ പ്രവർത്തനങ്ങളിലും പരിശുദ്ധാത്മാവിന്റെ കൃപയും ചൈതന്യവും എന്നും ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ ഓരോരുത്തരും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട ജിൻസനച്ചനോടുള്ള സ്നേഹത്തെ പ്രതി കരങ്ങൾ കൂട്ടിയടിച്ചുകൊണ്ട് സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ജീവിതം വഴി കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവിടുത്തെ സ്നേഹത്തിലും സമാധാനത്തിലും ജീവിക്കുവാൻ ദിവ്യപൂജ സമാപിച്ചു. നീതിമാനായ വിശുദ്ധ പിതാവേ, തിരുക്കുടുംബത്തിന്റെ പാലകനെ, പിതാവായ ദൈവത്തിന്റെ പകരക്കാരനും പുത്രൻ തമ്പുരാന്റെ വളർത്തു പിതാവും അടങ്ങാത്ത സ്ഥാനമഹിമകളാൽ തിരുക്കുടുംബത്തിന്റെ പാലകനായ അങ്ങ് ഞങ്ങളുടെ കുടുംബങ്ങളെ കാത്തുപാലിക്കണമേ. എളിമയുടെ മാതൃകയായ ജീവിക്കുവാനുള്ള എഴുത നൽകണമേ. പ്രാർത്ഥനയുടെ മാതൃകയായ വിശുദ്ധ പിതാവേ, പ്രാർത്ഥനാപൂർവം അങ്ങയിൽ ശരണം ലഭിക്കുന്ന ഞങ്ങളെ സംരക്ഷിക്കണമേ. സ്വർഗത്തിൽ ദൈവസന്നിധിയിൽ ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കണം. വിശുദ്ധ പിതാവിന്റെ വളർത്തുകുമാരനായ യേശുനാഥ, ഭൂമിയിൽ അങ്ങയെയും പരിശുദ്ധ അമ്മയെയും സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്ത അങ്ങേ വളർത്തു പിതാവിനോട് അങ്ങേക്കുള്ള സ്നേഹവും ബഹുമാനവും ഓർത്ത് ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ മധ്യസ്ഥ പ്രാർത്ഥനയാൽ ഞങ്ങൾക്ക് അനുഗ്രഹങ്ങൾ ചെയ്യണമേ. പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ.
ഈശോ ഇന്നു വാഴാനെത്തും നേരം മനസ്സൊരു മെഴുതിരിയായി ഉരുകിത്തെളിയും നാഥനെ വരവേൽക്കാനാ മനസ്സൊരു മെഴുതിരിയായി ഉരുകിത്തെളിയും നാഥനെ വരവേൽക്കാനാ വാവാ എന്റെ ഈശോയേ വാവാ എന്റെ ഈശോയേ എന്റെ ജീവൻ തേടും പുണ്യം നീയാണല്ലോ സ്നേഹമേ മോക്ഷമേ ഭാഗ്യമേ ദൈവം ദിവ്യകാരുണ്യമായി മാറുമ്പോൾ ദിവ്യജീവൻ നൽകും അപ്പമാകുമ്പോൾ ദൈവം ദിവ്യകാരുണ്യമായി മാറുമ്പോൾ ദിവ്യജീവൻ നൽകും അപ്പമാകുമ്പോൾ ഹൃദയം കത്തും അനുഭവമോടെ അവിടുത്തെ സ്നേഹത്തിൻ തിരുമുദ്ര ഇതേറ്റുവാങ്ങിടാം വാവാ എന്റെ ഈശോയേ വാവാ എന്റെ ഈശോയേ എന്റെ ജീവൻ തേടും പുണ്യം നീയാണല്ലോ സ്നേഹമേ മോക്ഷമേ ഭാഗ്യമേ നെഞ്ചിനുള്ളം മൾത്താരയായി മാറേണം ഉയിരിൻ നാളം തെളിയും ദീപമാകേണം നെഞ്ചിനുള്ളം മൾത്താരയായി മാറേണം ഉയിരിൻ നാളം തെളിയും ദീപമാകേണം കാരുണ്യത്തിൻ വിൺമഴയായ കുർബാന കനലുകെടുത്തും തേൻപുഴയായി മാറിടുവാൻ വാവാ എന്റെ ഈശോയേ വാവാ എന്റെ ഈശോയേ എന്റെ ജീവൻ തേടും പുണ്യം നീയാണല്ലോ സ്നേഹമേ മോക്ഷമേ ഭാഗ്യമേ ദിവ്യകാരുണ്യമായി എൻ്റെ ഉള്ളിൽ ഈശോ ഇന്നു വാഴാനെത്തും നേരം മനസ്സൊരു മെഴുതിരിയായി ഉരുകിത്തെളിയും നാഥനെ വരവേൽക്കാനാ മനസ്സൊരു മെഴുതിരിയായി ഉരുകിത്തെളിയും നാഥനെ വരവേൽക്കാനാ വാവാ എന്റെ ഈശോയേ വാവാ എന്റെ ഈശോയേ എന്റെ ജീവൻ തേടും പുണ്യം നീയാണല്ലോ സ്നേഹമേ
ഉറക്കം ചായുമ്പോൾ നെഞ്ചോരം കൊഞ്ചാമോ കുന്നോളം കിന്നാരം ചൊല്ലാമോ. പാലൂട്ടി താരാട്ടാം വാലാട്ടി ചേരാമോ അന്നേരം ചിങ്കാരം കൂടാലോ. നിന്നെ പൊതിഞ്ഞിടാം തൂമഞ്ഞു തൂകിടവേ. മെയ്യിൻ ചുടേകിടാം രാവിൻ നിലാവിലായി. ബൗ 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 എന്നും സ്നേഹത്തോടെ കൈമാടി വിളിക്കുമ്പോൾ മുന്നിൽ വന്നെത്തുന്നു വൈകാതെ. കണ്ണടച്ചാലും മുള്ളാലെ ഉറങ്ങാതെ കാവൽ നിൽക്കുന്നെന്നും തന്നാലേ. നിന്നോടൊപ്പമെന്നും കുറുമ്പിനാൽ കുളുമ്പിടാം. പയ്യെ പയ്യെ ഓരോ കുസൃതികൾ പണിതിടാം. ബൗ 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 ബൗ
bow, bow, bow. അലയുമീ വഴികളിൽ ചൂടുന്നൊരിരുളിലും ചുവടുകളിടറിയാൻ കൈകൾ തമ്മിൽ കോർത്തു നമ്മൾ പൊരുതി ജയിച്ചിടും പടവുകൾ കയറുവാൻ. അലയുമീ വഴികളിൽ ചൂടുന്നൊരിരുളിലും ചുവടുകളിടറിയാൻ കൈകൾ തമ്മിൽ കോർത്തു നമ്മൾ പൊരുതി ജയിച്ചിടും പടവുകൾ കയറുവാൻ. വെണ്ണിലവ് കണ്ണ് വച്ച വെണ്ണക്കുടമേ, വെള്ളി വെയിലുമ്മ വച്ച പാദസരമേ, എന്റെ നെഞ്ചിലുറങ്ങണ മുല്ലക്കൊടിയേ, മുത്തിനുള്ളിൽ നിന്നെടുത്ത മുത്തുമണിയേ, മിന്നാം മിന്നിപ്പൊട്ടും തൊട്ട് കണ്ണാൻ തുമ്പി കണ്ണും നട്ട് പുന്നാരം പറയേണ്ടേ കണ്ണീറയേ. വെണ്ണിലവ് കണ്ണ് വച്ച വെണ്ണക്കുടമേ, വെള്ളി വെയിലുമ്മ വച്ച പാദസരമേ, എന്റെ നെഞ്ചിലുറങ്ങണ മുല്ലക്കൊടിയേ, മുത്തിനുള്ളിൽ നിന്നെടുത്ത മുത്തുമണിയേ. പിച്ച വെച്ചും മെല്ലെ ഒച്ച വെച്ചും അറിയാതെ എന്തിനോ നീ വളർന്നു. എന്നോട് കൊഞ്ചാൻ കൂട്ടില്ലയോ, കൊതിയോടെ നോക്കി ഞാൻ നിൽക്കവേ, വെറുതെ നീ വെൺചിറകിലേറിയെന്നു പറന്നു. മകളെ ഞാൻ മനസ്സുവാടിത്തളർന്നു. വെണ്ണിലവ് കണ്ണ് വച്ച വെണ്ണക്കുടമേ, വെള്ളി വെയിലുമ്മ വച്ച പാദസരമേ,
എന്റെ നെഞ്ചിലുറങ്ങണ മുല്ലക്കൊടിയേ, മുത്തിനുള്ളിൽ നിന്നെടുത്ത മുത്തുമണിയേ. കാത്തിരുന്നു ഞാൻ കാത്തിരുന്നു, കണി കണ്ട നാൾ മുതൽ കൺമണിയേ. നിന്നോട് മിണ്ടാൻ വാക്കില്ലയോ, തനിയേയിരുന്നു ഞാൻ ഓർത്തുപോയി. പഴയ പാട്ടിൻ പവിഴമല്ലിയിൽ വിരിഞ്ഞു മകളെ നീ മറന്നു പോയ ശിശിരം. വെണ്ണിലവ് കണ്ണ് വച്ച വെണ്ണക്കുടമേ.